തിരുവനന്തപുരം വേളി ടൂറിസം വില്ലേജ് കടുത്ത അവഗണനയിൽ. പ്രധാന ആകർഷണമായ ബോട്ട് സർവീസ് മുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. കുട്ടികളുടെ പാർക്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല. ഇതോടെ വേളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വേളി. സ്പീഡ് ബോട്ട് സർവീസും പെഡൽ ബോട്ടുകളും കുട്ടികൾക്ക് റൈഡുകളും കോഫി ഷോപ്പുകളും അടക്കം നിരവധി സൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അവസ്ഥ ദയനീയമാണെന്ന് പറയാതെ വയ്യ. വേളിക്കായലിൽ ബോട്ടുകൾ സർവീസ് നിർത്തിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. കായലിൽ കുളവാഴകൾ പടർന്നതോടെയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത്. കുളവാഴകൾ നീക്കിയിട്ടും ബോട്ട് സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. പെഡൽ ബോട്ടുകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. കുട്ടികളുടെ പാർക്കിലെ റൈഡുകളിൽ പലതും തകരാറിലാണ്. പാർക്കിലെത്തുന്ന കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യത്തിന് റൈഡുകളില്ല. പക്ഷേ തെരുവ് നായകളുടെ ശല്യത്തിന് ഒട്ടും കുറവില്ല. പാർക്കിൽ തുടങ്ങി റെസ്റ്റോറൻറ്റിൽ ഉൾപ്പെടെ നായകൾ അലഞ്ഞു നടക്കുന്നു. ഇങ്ങനെ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ അസൗകര്യങ്ങളുടെ പട്ടിക നീളുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വേളി ടൂറിസം വില്ലേജ്. അവഗണനയിൽ വീർപ്പുമുട്ടുന്ന ഈ ടൂറിസം വില്ലേജിനെ ഇപ്പോൾ സഞ്ചാരികളും കൈവിട്ടു തുടങ്ങി. സാധാരണ അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന പ്രദേശം കൂടിയാണിത്. പക്ഷേ ഇപ്പോൾ സഞ്ചാരികളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു തുടങ്ങി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ, റിപ്പോർട്ടർ തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പല ടൂറിസം കേന്ദ്രങ്ങളിലും ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമാണ്. അത് സ്വദേശികളോ തദ്ദേശീയരോ അല്ലെങ്കിൽ വിദേശികളോ ആയിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. വേളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നോക്കുമ്പോൾ ശംഖുമുഖം, പിന്നീട് വേളിയാണ് വരുന്നത്. തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ വരുന്ന ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിരുന്നു വേളി. പണ്ട് ബോട്ടിംഗ് സർവീസ് ഉൾപ്പെടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ട അതിദയനീയമായ കാഴ്ചയാണ്. ഇത്രത്തോളം അവഗണനയാണ് വേളി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് വേളി ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിലുള്ളൊരു ശോചനീയാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ വേളി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ബോട്ട് സർവീസ് മുടങ്ങിയിട്ട് അവിടെ 3 മാസം കഴിഞ്ഞു. ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ അവിടെ എത്തുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും ഈ ബോട്ടിംഗ് തന്നെയാണ്. കുട്ടികളുടെ പാർക്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആര് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കുട്ടികളുമായി എത്തുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ കാണാൻ ആകുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ വേളിയിൽ നിന്നും ചേരുന്നത്. റോഷിപാൽ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അത്രത്തോളം വൃത്തിഹീനമായ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് വേളി. വേളിയെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ ഒഴിവാക്കിയോ എന്നുള്ള ചോദ്യമാണ്. ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഈ വേളി ടൂറിസം വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെയുള്ള സ്പീഡ് ബോട്ടാണ്. ആ സ്പീഡ് ബോട്ട് ഏതാണ്ട് 3 മാസത്തിലേറെയായി സർവീസ് നിർത്തിയിട്ട് ഈ ആക്കുളം കായലിലെ ഈ കുളവാഴകളാണ് ഈ സ്പീഡ് ബോട്ട് സർവീസ് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഈ കുളവാഴകൾ പൂർണ്ണമായും നീക്കം ചെയ്തു. പക്ഷേ ഇപ്പോഴും സ്പീഡ് ബോട്ട് സർവീസ് പൂർണ്ണമായും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികൾ അവർ നിരാശയോടെയാണ് മടങ്ങുന്നത്. മറ്റൊന്ന്, കുട്ടികൾക്ക് കളിക്കാനായി ഇവിടെ പെഡൽ ബോട്ടുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ഈ കായലിലെ മാലിന്യം നമ്മൾ നേരത്തെ തന്നെ പലവട്ടം അത് വാർത്തയായി വന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള പെഡൽ ബോട്ടുകളുടെ അവസ്ഥ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഇവിടെ എത്തുന്ന കുട്ടികളൊക്കെ അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഒന്ന്, ഇവിടെ മിനിയേച്ചർ ട്രെയിനുണ്ട്, അതിന് പുറമെ പെഡൽ ബോട്ടുണ്ട്. ആ തരത്തിൽ വലിയ ടൂറിസം സാധ്യതകൾ, കുട്ടികൾക്ക് റൈഡുകൾ അടക്കം ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ അതൊക്കെ പോയി. അതുകൊണ്ട് പ്രതീക്ഷയോടെ എത്തുന്ന കുടുംബങ്ങൾ, കുട്ടികളൊക്കെ നിരാശയോടെ മടങ്ങുന്നു. അതുകൊണ്ട് നേരത്തെ നമ്മൾ ഇവിടെയുള്ള എത്തുന്ന വിനോദസഞ്ചാരികളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആ ഗ്രാഫ് കുത്തനെ താഴോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ്. നേരത്തെയൊക്കെ ആഴ്ചയിൽ 1 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം അത് 10,000-ൽ താഴെ ആയി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കാര്യത്തിലൊന്നും ശ്രദ്ധയുണ്ടാകുന്നില്ല ടൂറിസം അധികൃതരുടെ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ നടത്തിപ്പ് അവർ നേരിട്ട് തന്നെ നടത്തുന്നു. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പെഡൽ ബോട്ട് സർവീസ് നടത്തുന്ന ഒരു ചെറിയ ഒരു തടാകമുണ്ട്. ഇവിടെ കൃത്രിമമായി തയ്യാറാക്കിയ തടാകമാണ്. ഇവിടെ നേരത്തെ ഈ വേളി ടൂറിസം വില്ലേജിലേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിനോദസഞ്ചാരത്തിന് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ ആകർഷിച്ചിരുന്ന ഒരു തടാകമാണ്. ഇതിനകത്ത് പെഡൽ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഈ പെഡൽ ബോട്ട് സർവീസും ഏതാണ്ട് 6 മാസത്തിനപ്പുറത്തേക്ക് അതും ഇവിടെ പ്രവർത്തനം നിശ്ചലമായി. അവിടെ നമുക്ക് ഹൈമാസ് ലൈറ്റ് ദൃശ്യങ്ങൾ, ഈ പെഡൽ ബോട്ട് സർവീസിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈമാസ് ലൈറ്റ് വിസ്മൃതിയിലായ കാഴ്ചകൾ കാണാം. രാത്രി കാലങ്ങളിൽ ഈ മേഖലയിൽ ഒട്ടും സുരക്ഷിതമല്ല. ഏതാണ്ട് 7 മണിവരെയൊക്കെ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ
7 മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് ജീവനക്കാർ, സ്ത്രീകളായ ജീവനക്കാർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് സുരക്ഷിതമായി പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം മുഴുവൻ ഇരുട്ടാണ്. ഒപ്പം ഈ തെരുവ് നായകളുടെ ശല്യം വളരെ വലിയ രൂക്ഷമാണ്. കാരണം ചെറിയ കുട്ടികളാണ്, ആർക്കും കടിയേറ്റില്ലെങ്കിലും ഏത് സമയവും ഈ തെരുവ് നായ്ക്കൾ കടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊന്നും കാണാനോ പരിശോധിക്കാനോ ഇല്ല. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ തെങ്ങ് ഏതാണ്ട് വീഴാൻ പാകത്തിലായ തെങ്ങുകളുണ്ട്. കൃത്യമായി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, മരങ്ങൾ മുറിച്ചു മാറ്റുന്നില്ല, ആളുകളുടെ സുരക്ഷിതത്വം കൃത്യമായി പരിശോധിക്കുന്നില്ല. ഏതായാലും ഇവിടെ 20 രൂപ ടിക്കറ്റ് എടുത്ത് അകത്തു കയറുന്നവർക്ക് ഒന്നും ഇവിടെ നിന്നും ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ ഇവിടെ ഒരു മിനിയേച്ചർ ട്രെയിൻ മാത്രമാണ് ഉള്ളത്. അത് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായുള്ളത്. ആ മിനിയേച്ചർ ട്രെയിനിൽ ഏതാണ്ട് കുട്ടികൾക്ക് 30 രൂപയാണ് ഈടാക്കുന്നത്. ഒപ്പം പ്രായമായവർക്ക് 50 രൂപ. അത് മാത്രമാണ് ഇപ്പോൾ വേളി ടൂറിസം വില്ലേജിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒന്നുമില്ല. ശുചീകരണം വളരെ മോശമാണ്. ഒപ്പം ഇവിടെയുള്ള ക്യാൻറ്റീനിൽ അല്പം മുമ്പ് ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് തെരുവ് നായ്ക്കളുടെ കൂട്ടം എത്തിയപ്പോൾ അവർ ഭക്ഷണം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പരിസരത്തുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ അതിരൂക്ഷമാണ്. നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ ഒരുപക്ഷെ രൂക്ഷമായ പ്രതികരണങ്ങൾ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ജീവനക്കാരൊക്കെ പരാതിയാണ്. വേളിയിലെ കാഴ്ച, അവിടെ കാണുന്ന കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഈ സമയം തന്നെ എത്താം. റോഷിപാൽ, പറയൂ, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് റോഷിപാൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അവിടെ ഈ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ പോലും തെരുവുനായ ശല്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഇതിനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടതെന്ന ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടാണ്. ചിലയിടങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാകാം, അല്ലെങ്കിൽ KTDC ആകാം. പക്ഷേ ഇത് നേരിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നു എന്നാണ് പ്രത്യേകത. ഇവിടെ വന്ന ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ പ്രതികരണം വേണ്ടതാണ്. നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും ഇവിടെ വന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടോ? വന്നിട്ടേ ഉള്ളൂ. പെഡൽ ബോട്ടൊക്കെ ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ? അടുത്ത് തന്നെയാണ് താമസം. പഴയ ഒരു വേളി ടൂറിസം വില്ലേജ് പോയില്ലേ? അത് ഇല്ല. ഇവർ ഈ പ്രദേശം ഒരുപാട് നാളായി വന്നിട്ട് ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. പ്രതീക്ഷയോടെ വന്നപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അത് നേരത്തെ ഉണ്ടായിരുന്ന പരിസരവാസികളാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വേളി ടൂറിസം വില്ലേജ് എന്ന അതൊക്കെ പോയി എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ചേച്ചി ഇവിടെ പരിസരത്തുള്ള ആളാണോ? എങ്ങനെയുണ്ട് പഴയ നമ്മളെ വേളി വില്ലേജൊക്കെ പോയോ കാണാനൊക്കെ? പഴയതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും. പെഡൽ ബോട്ട് സർവീസ് ഒന്നും ഇല്ലല്ലോ, സ്പീഡ് ബോട്ടൊന്നും? ഇല്ല ഇല്ല ഇല്ല. കുട്ടികൾക്ക് കളിക്കാനൊക്കെ സൗകര്യമുണ്ടോ? കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? റൈഡുകളൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, റൈഡുകളില്ല. ഇല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളത്? മന്ത്രിയോട് റൈഡ് വേണമെന്ന് പറയണേ. റൈഡൊക്കെ പുതിയ റൈഡുകളൊക്കെ വേണ്ടേ? വേണം. മന്ത്രിയോട് പറയണ്ടേ? മന്ത്രിയോട് പറയും. അതെ, റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വേളി ടൂറിസം വില്ലേജ് കടുത്ത അവഗണനയിലാണ്. ബോട്ട് സർവീസ് മുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. വൃത്തിയില്ല, പ്രത്യേകിച്ച് തെരുവുനായുടെ ഭീഷണി ഉൾപ്പെടെ നേരിടുന്നു വേളി പാർക്കിൽ ഉൾപ്പെടെ. ഇതോടെ വേളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ അധികം കുറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ടുള്ള ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പീഡ് ബോട്ട് ആയിരുന്നു ഒരു ആകർഷണം, അതില്ല. പെഡൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, താൽക്കാലിക ഒരു ചെറിയ തടാകം ഉണ്ടായിരുന്നു, അവിടെ പെഡൽ ബോട്ടിങ്ങും ഇല്ല.